യുഎഫ നാഷൻസ് ലീഗിൽ പോർച്ചുഗൽ ചാമ്പ്യന്മാർ. മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ സ്പെയിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 പരാജയപ്പെടുത്തി പോർച്ചുഗൽ ചാമ്പ്യന്മാരായി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചതോടെയാണ് മത്സരത്തിന്റെ വിധി ഷൂട്ടൌട്ടിൽ നിർണയിച്ചത്. പോർച്ചുഗലിന്റെ 2ാം നേഷൻസ് ലീഗ് കിരീടമാണിത്. മത്സരത്തിന്റെ 21ാം മിനിറ്റിൽ സുബിമെൻഡിയുടെ ഗോളിൽ സ്പെയിൻ ആദ്യം മുന്നിലെത്തി. എന്നാൽ 26ാം മിനിറ്റിൽ പെഡ്രോ നെറ്റോയുടെ അസിസ്റ്റിൽ ഒരു തകർപ്പൻ ഷോട്ടിലൂടെ നുനോ മെൻഡസ് പോർച്ചുഗലിനായി സമനില ഗോൾ നേടി. ആദ്യ പകുതി അവസാനിക്കും മുൻപ് പെഡ്രോയുടെ അസിസ്റ്റിൽ ഓയർസെബാളിന്റെ ഗോൾ സ്പെയിനെ വീണ്ടും മുന്നിലെത്തിച്ചു. 2ാം പകുതിയിൽ 61ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പോർച്ചുഗലിനെ വീണ്ടും മത്സരത്തിലൊപ്പം എത്തിച്ചു. തുടർന്ന് ഇരു ടീമുകൾക്കും ലക്ഷ്യം കാണാനായില്ല. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനായി ഗോൺസാലോ റാമോസ്, വിറ്റീനിയ, ബ്രൂണോ ഫെർണാണ്ടസ്, ന്യൂനോ മെൻഡസ്, റൂബൻ നെവസ് എന്നിവർ പെനാൽറ്റികൾ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ സ്പെയിനായി ഇസ്കോ, മെറിനോ, അലക്സ് ബയൻ എന്നിവർ സ്കോർ ചെയ്തു. എന്നാൽ 4ാം കിക്കെടുത്ത അൽവാരോ മൊറാട്ടയുടെ പെനാൽറ്റി ഡിയാഗോ കോസ്റ്റ തടുത്തിട്ടു. ഇത് പോർച്ചുഗലിന്റെ വിജയം ഉറപ്പിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ പരിക്ക് മൂലം നിശ്ചിത സമയത്തിന്റെ അവസാനം കളിക്കളം വിട്ടെങ്കിലും മത്സരത്തിൽ നിർണായക ഗോൾ നേടി പോർച്ചുഗലിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത് 3ാമത്തെ അന്താരാഷ്ട്ര കിരീടമാണ്. 2018-19 സീസണിന് ശേഷം പോർച്ചുഗലിന്റെ 2ാമത്തെ നേഷൻസ് ലീഗ് കിരീടമാണിത്. ഇതോടെ നേഷൻസ് ലീഗിൽ 2 തവണ ചാമ്പ്യന്മാരാകുന്ന ആദ്യ ടീമായി പോർച്ചുഗൽ മാറി. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ തിളങ്ങിയ നുനോ മെൻഡസിനെ ഫൈനലിലെ താരമായി തെരഞ്ഞെടുത്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.